വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജനത്തോട് കൽപ്പിക്കുക, സെയറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരങ്ങളുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുകയാണ്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും, എങ്കിലും നിങ്ങൾ അവരെ വളരെ ജാഗരൂകരായിരിക്കണം. അവരുമായി കലഹിക്കരുത്. ഏസാവിന് സെയീർ മല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങണം. കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനത്തിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായ ഈ മരുഭൂമിയിലൂടെ ഉള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. വീണ്ടും കർത്താവ് തുടരുന്നു, അതിനാൽ സെയറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരങ്ങളെ കടന്ന് എലാത്തീമിൽ നിന്ന് ഏസിയോൺ ഗബ്രിയോൽ നിന്നുമുള്ള ആരാബ് വഴി യാത്ര തുടങ്ങിയതിനു ശേഷം നിങ്ങൾ തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോവാബ്യരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിന് ഒരുമ്പെടുകയോ അരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി നൽകുകയില്ല. എന്തെന്നാൽ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആർ ദേശം. പ്രിയമുള്ളവരെ, ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് വീണ്ടും നമ്മൾ കാണുകയാണ്. അബ്രാഹത്തിൻ്റെ മക്കളായ മോവാബ്യരുടെ ദേശത്തൂടെ നിങ്ങൾ കടന്നു പോകുമ്പം അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും. കാരണം നമുക്കറിയാം, ലോത്തും അബ്രാഹവും തമ്മിൽ വേർപിരിയുന്നതും അബ്രാഹത്തോട് അനീതി കാണിച്ച് ലോത്ത് സ്വത്തുക്കൾ സ്വന്തമാക്കിയതുമൊക്കെ ചരിത്രം. അവിടെ താമസിക്കുമ്പം നിങ്ങളതിലേക്ക് കടന്നു പോകും. അവർക്ക് ഭയമായിരിക്കും. പക്ഷേ അവരുടെ ദേശത്ത് നിന്ന് കാലുകുത്താനുള്ള സ്ഥലം പോലും നിങ്ങൾക്ക് തരത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കടന്നു പോകുമ്പം അവരോട് വില കൊടുത്ത് ആഹാരം മേടിച്ചോണം. വെള്ളം പോലും വില കൊടുത്ത് വാങ്ങണം. കാരണം ദൈവം അവർക്ക് കൊടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് അത് അവകാശപ്പെടാൻ അർഹതയില്ല. നിങ്ങൾക്ക് ഞാൻ വേണ്ടത് തന്നിട്ടുണ്ട്. വീണ്ടും കർത്താവ് പറയുന്നത് ഏസാവും യാക്കോബും തമ്മിലുള്ള വിഷയത്തിലോട് ബന്ധപ്പെട്ട സെയീർ മല ഏസാവിന് അവൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തതാണ്. അതിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം ഒരു കാരണവശാലും അവരുമായിട്ട് കലഹിക്കാൻ നിൽക്കരുത്. കാരണം അത് ഞാൻ അവർക്ക് കൊടുത്ത ഭൂമിയാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. നിങ്ങൾ അതിലേക്ക് കടന്നു പോക്കോണം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ദൈവം പഴയ നിയമകാലത്ത് ആ മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ നമുക്കറിയാം, 10 കൽപ്പന ഈശോ നമുക്ക് തന്നപ്പം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനകത്ത് നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ, അന്യൻ്റെ വസ്തു നീ ആഗ്രഹിക്കുക, അന്യൻ്റെ ഒന്നും മോഹിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവം മറ്റൊരാൾക്ക് കൊടുത്തത് സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കരുത്, ആഗ്രഹിക്കരുതെന്ന് തന്നെ വീണ്ടും കൃത്യതയോടുകൂടി ദൈവം പറഞ്ഞു നോക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്കിന്ന് മറ്റുള്ളവരുടേത് എങ്ങനെയെങ്കിലും കൈക്കലാക്കുന്നവൻ മിടുക്കൻ എന്നൊരു കൺസെപ്റ്റിലൂടെ ആണ് നാം ഇന്ന് ജീവിച്ചു പോവുക. മറ്റുള്ളവരുടേത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കൈക്കലാക്കാൻ എങ്ങനെ പറ്റും എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പ്രിയമുള്ളവരെ, അവിടെയൊക്കെ അത് ഗുണം ചെയ്യില്ല എന്ന് ദൈവം നമ്മളെ വ്യക്തമായി ബോധ്യമാക്കുക. നീ അധ്വാനിച്ചു നീ നേടണം, അല്ലാതെ മറ്റുള്ള ആരുടെയെങ്കിലും അപഹരിച്ചെടുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. അത് നിനക്ക് ഗുണം ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് പുതിയ നിയമ ജനതയായി നമുക്ക് തന്നിരിക്കുന്ന 10 കൽപ്പന അതിൽ വ്യക്തമായി പറയുക, അന്യൻ്റെ ഒന്നും നീ മോഹിക്കരുത്. എടുക്കരുതെന്നല്ല, മോഹിക്കരുത്. അതിന് പോലുള്ള അവകാശം നമുക്കില്ല. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ദൈവം എനിക്ക് തന്നിട്ടുള്ളതല്ലാത്തതൊന്നും മോഹിക്കാൻ പോലും ഇടയാകാത്തവണ്ണം ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.